നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിച്ചതല്ല. പക്ഷേ വേണമെന്ന് PV അൻവറിന് നിർബന്ധമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം നീണ്ടുപോകുന്നതിൽ പലപ്പോഴും അൻവർ അസ്വസ്ഥത പ്രകടിപ്പിച്ചതുമാണ്. ഇത് നമ്മളെല്ലാം കണ്ടതാണ്. കാരണം നിലമ്പൂർ ആയുധമാക്കി UDFുമായി വില പേശാനുള്ള നീക്കമായിരുന്നു അൻവർ നടത്തിക്കൊണ്ടിരുന്നത്. രണ്ട് കാര്യങ്ങളാണ് അൻവറിനുണ്ടായിരുന്നത്. ഒന്ന്, തന്റെ പ്രഖ്യാപിത ശത്രുവായ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ മത്സരിക്കരുത്. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്, തന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ UDFിൽ എടുക്കണം. UDFിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തീരുമാനം നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അസോസിയേറ്റ് അംഗം പോലും ആക്കാൻ തയ്യാറായതുമില്ല. അതാണ് അൻവർ ഇപ്പോൾ പറയുന്നത് 5 മാസമായി ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന്. അതൊക്കെ പറയാൻ സമയമാവുന്നല്ലേ ഉള്ളൂ. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ എന്താ പറയുക, ഗുജറാത്ത് സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ വിഷയത്തിൽ തുടക്കം മുതൽ UDFുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിരുന്ന വ്യക്തി അദ്ദേഹമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെക്കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ എന്താ പറയുക സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടൊരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ്. അല്ല ഭാഗമാകൽ തുടങ്ങിയിട്ട് മാസത്രയിന്ന് എന്ത് ഭാഗം ഈ അവസ്ഥയിലും. നിലമ്പൂരിൽ തന്റെ ശത്രുവായ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് അൻവറിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതാണ് ക്രിസ്ത്യൻ കാർഡൊക്കെ ഇറക്കി വന്യജീവി ആക്രമണത്തിന്റെ പേരൊക്കെ പറഞ്ഞ് പിണറായിസം ചെറുക്കാൻ ഷൗക്കത്ത് പോരാ എന്നൊക്കെ പറഞ്ഞ് VS ജോയിക്കായി അൻവർ വാദിച്ചത്. കോൺഗ്രസും UDFും അൻവറിന്റെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിന്റെ ഒരു മികച്ച നിലപാടായിരുന്നു. അത് കോൺഗ്രസിന്റെ തീരുമാനമായിരുന്നു, ലീഗിന്റെ തീരുമാനമായിരുന്നില്ല. ലീഗിന് അൻവറിനോട് സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നെങ്കിലും അൻവർ അവിടെ വീണ്ടും തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. ഉടൻ അൻവർ വാളെടുക്കുന്നതാണ് പിന്നീട് കണ്ടത്. UDF വഞ്ചിച്ചെന്നാണ് അൻവറിന്റെ പരാതി. അത് UDFിനെ മൊത്തമായിട്ടല്ല, കോൺഗ്രസ് വഞ്ചിച്ചുവെന്നാണ് അൻവർ പരാതിപ്പെടുന്നത്. അതാണ് ഈ 4 മാസം 5 മാസമായിട്ടും UDF പ്രവേശനത്തെ പറ്റി ഒരു തീരുമാനവും ആയില്ലല്ലോ എന്നൊക്കെ അൻവർ പറഞ്ഞത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം. അത് കണക്കാക്കിക്കൊണ്ടാണ് ഇത് ആലോചിച്ച് ചെയ്യണമെന്ന് UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നതാണ്. കോൺഗ്രസുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. CPM അത് കൺസിഡർ ചെയ്യുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നിലമ്പൂരിലെ മുഴുവൻ LCയും ACയും എടുത്തതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് അതിന് പിൻവാങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായും മറുപാളയത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടുന്ന് രക്ഷയില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ജനങ്ങൾ, ഞാൻ ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ അദ്ദേഹത്തിന് എതിരാണ്. ആ നിലക്കാണ് ഞാനത് പറഞ്ഞത്. ഇപ്പോ ഞാൻ ഇനി എന്ത് ചെയ്യുന്നുവെന്ന ഞങ്ങളുടെ ചോദ്യം. 2 ദിവസം കൂടെ ഞങ്ങൾ ഡിക്ലറേഷന് ശേഷം ഷൗക്കത്തിന്റെ കാൻഡിഡേച്ചർ നിലമ്പൂരിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്, അദ്ദേഹത്തിന് പിന്തുണ നൽകുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. ആ പഠനത്തിന് ശേഷം ഞങ്ങളൊരു തീരുമാനമെടുക്കും. അതിനിടയിലും മുസ്ലിം ലീഗിന്റെ വാതിലിൽ മുട്ടി UDF പ്രവേശനത്തിലുള്ള ക്ലെയിം നിലനിർത്താൻ അൻവർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. UDFിൽ അൻവറിനെ എടുക്കാമെന്ന് സതീശൻ പരസ്യമായി പറഞ്ഞതാണ്. എന്നാൽ അൻവർ അതിനും അപ്പുറം കടന്നാണ് ചിന്തിച്ചത്. അതുമാത്രമല്ല, ആര്യാടൻ ഷൗക്കത്തിനെ വ്യക്തിപരമായി മോശമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരുന്നു. അല്ല, ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, അദ്ദേഹം UDFിന്റെ ഭാഗമാകും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് UDFിന്റെ ഭാഗമാകേണ്ടതെന്ന് എല്ലാവരോടും ചർച്ച ചെയ്ത് അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത്, ഏത് UDF സ്ഥാനാർത്ഥി വന്നാലും ആ UDF സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, അദ്ദേഹത്തിന്റെ പിന്തുണ ഉണ്ടാവുന്ന അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇന്നലെ. അതൊക്കെ നിങ്ങളുടെ സാങ്കല്പികമായ ചോദ്യങ്ങളല്ല, അതിനൊക്കെ ഞാനെങ്ങനെ മറുപടി പറയുന്നത്? മുന്നണിയിൽ കയറുന്നതിന് മുൻപേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റിലും വിലപേശൽ നടത്തുകയാണ് അൻവർ. അൻവറിനു വേണ്ടി ലീഗിന്റെ ഏതെങ്കിലും സീറ്റ് ഒഴിഞ്ഞു കൊടുക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ അത് മാത്രമല്ല, തനിക്ക് വേണ്ടി മാത്രമല്ല, തന്റെ പാർട്ടിക്കായി സീറ്റുകൾ വിലപേശുകയാണ് PV അൻവർ. 2 സീറ്റ് കൊടുക്കേണ്ടി വന്നാൽ അത് കോൺഗ്രസ് അക്കൗണ്ടിൽ നിന്നാവട്ടെ, അതായിരിക്കുമല്ലോ ലീഗിന്റെ സമവായ തീരുമാനം. പക്ഷേ അതിനൊന്നും കോൺഗ്രസ് വഴങ്ങുന്നില്ല. അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി
ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി UDFന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ എന്ന് അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനം. ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ UDFന്റെ അഭിപ്രായം. കോൺഗ്രസിന്റെ നിലപാട് ഇതാണ്: തങ്ങളോടൊപ്പം ചേർന്ന് തങ്ങളുടെ വിജയത്തിൽ പങ്കാളിയായാൽ അതാവാം, അതല്ല തങ്ങളുടെ നിലപാട് അംഗീകരിക്കാതെ PV അൻവർ മത്സരിക്കാനാണ് നീക്കമെങ്കിൽ അൻവറിനെയും പരാജയപ്പെടുത്തി നിലമ്പൂരിൽ ജയിക്കാം. ഇതാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട്. അതായത് വിലപേശലിന് വഴങ്ങേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്. അൻവർ പിന്തുണ നൽകുമെങ്കിൽ നൽകട്ടെ, ഇതാണ് ആ നിലപാട്. ഒറ്റയ്ക്ക് മത്സരിച്ചാലും പഴയ നിലമ്പൂരോ പഴയ അൻവറോ അല്ല എന്ന് അൻവറിനും തൃണമൂൽ അണികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അസ്തമയത്തിന് അൻവർ തലവെച്ചു കൊടുത്താൽ അത് രാഷ്ട്രീയ മണ്ടത്തരവും ആയിപ്പോകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസോ UDFോ തിരിഞ്ഞു നോക്കില്ലെന്നറിയാവുന്ന അൻവർ മറ്റൊരിടത്തും മുട്ടാൻ വാതിലുകൾ ഇല്ല എന്നുള്ള കാര്യവും അറിയാവുന്ന അൻവർ മുന്നറിയിപ്പ് പക്ഷേ തുടർന്നുകൊണ്ടേയിരിക്കും. വഴങ്ങിയാൽ പക്ഷേ കോൺഗ്രസിന് ഈ ശല്യം പിന്നീടും സഹിക്കേണ്ടി വരും എന്ന് മാത്രം. എന്തായാലും കോൺഗ്രസ് ഇതുവരെ എടുത്തിരിക്കുന്നത് മികച്ച ഒരു തീരുമാനമാണ്. PV അൻവർ നടത്തുന്ന ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും ഒട്ടുമേ വഴങ്ങേണ്ട എന്ന നിലപാട്.